ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോഴിമുട്ട വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട വരട്ടിയത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 2 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റാം നമുക്ക്. ഇനി അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ്. ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 സവാള ഇട്ട് കൊടുക്കാൻ പോവാണ്. പെട്ടെന്നൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഒരു 5-10 മിനിറ്റായി വഴറ്റുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്. 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് ജസ്റ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നമുക്കിതൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. സാധാരണ പാത്രത്തിൽ ചെയ്താലും മതി കേട്ടോ, പാനിലായാലും ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്, കുറച്ചുകൂടെ അതിൻ്റെ ഒരു നനവ് മാറാനുണ്ട്. അതുവരെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മുട്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനകത്തോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ കറിവേപ്പില ഇടുവാണ്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോഴിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളും അറിയിക്കണേ. താങ്ക്